നീ ഞങ്ങളോട് എന്താ പറഞ്ഞത്? ശീതളിന്റെ അച്ഛൻ തമ്പിയങ്ങളാണെന്നല്ലേ? ഞാൻ മുംബൈയിൽ പോയി അന്വേഷിച്ചിട്ട് വന്നതാടി. ഇവളുണ്ടല്ലോ, ഈ പൊട്ടിപ്പെണ്ണ, ഇവൾ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇവൾ നല്ല ഒന്നാം തരം അധോലോക ഗുണ്ടയുടെ മകളാ. ഇവളുടെ അച്ഛന്റെ പേര് വിജയ് തിവാരി, അമ്മയുടെ പേര് അഞ്ജന. ഇവളുടെ അച്ഛന്റെ അനുജൻ അവരെ രണ്ടുപേരെയും വെടിവെച്ച് കൊന്നു 15 വർഷങ്ങൾക്ക് മുമ്പ്. ആ അനുജന്റെ പേര് സഞ്ജയ് തിവാരി. അയാളുടെ ഭാര്യയാണ് ഈ കൽപ്പന, അതായത് നിന്റെ ചെറിയച്ഛനും ചെറിയമ്മയും. കൽപ്പന ആ കൊലക്കുറ്റത്തിന്റെ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയതേ ഉള്ളൂ. നിന്റെ ചെറിയച്ഛൻ ഇപ്പോഴും അകത്താ, അങ്ങ് യർവാദ ജയിലില്. നീ പഠിച്ചതും വളർന്നതും ഗോവയിൽ പനാജിയിലെ സെന്റ് ക്ലെയർ സ്കൂളിലും ഡോർമെട്രിയിലും. അവധിക്കാലങ്ങളിൽ തമ്പിയങ്കളിന്റെയും ശിവജിയുടെയും കൂടെ മുംബൈയിൽ. തന്തയും തള്ളയും വെടിയേറ്റ് വീണ് ചത്തപ്പോ വെറും 1.5 വയസ്സ് മാത്രമുള്ള നിന്നെ വാരിയെടുത്തു കൊണ്ടുപോയി വളർത്തിയതാ തമ്പിയങ്കൾ, സ്വന്തം മകളെപ്പോലെ. അതിന് തമ്പിയങ്കളിന് 100-ൽ 100 മാർക്കും കൊടുക്കാം. തമ്പിയങ്ങളല്ല നിന്റെ അച്ഛൻ എന്നുള്ള സത്യം ആ മനുഷ്യൻ നിന്നെ അറിയിച്ചില്ല. ശിവജി നിന്നോട് പറഞ്ഞില്ല. കഷ്ടം. നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആരും പറയാതെ നീ എങ്ങനെ അറിയും? മുംബൈ പോയി എല്ലാ വിവരങ്ങളും അന്വേഷിച്ചറിഞ്ഞിട്ട് വരികയാ ഞാൻ. അതിന്റെ അർത്ഥം എന്താണെന്ന് മോക്ക് മനസ്സിലായോ? യാബടന്ന് നീ നരേന്ദ്രൻ തമ്പിയുടെ ആരുമല്ല. ഈ കുടുംബത്തിലെ ആരുമല്ല നീ. നിനക്കാരുമില്ല ഇവിടെ. നീ വെറും ഒരു അനാഥ. ഇനി നീ തീരുമാനിച്ചോ, നിനക്ക് ഈ വീട്ടിൽ താമസിക്കാൻ എന്തെങ്കിലും അവകാശമുണ്ടോ, യോഗ്യതയുണ്ടോ എന്നൊക്കെ. നരേന്ദ്രൻ തമ്പിക്ക് മക്കളില്ലാന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ? നരേന്ദ്രൻ തമ്പിയുടെ സർവ്വസമ്പത്തിന്റെയും അവകാശം തമ്പി അങ്കിളിന്റെ സഹോദരിക്കും മക്കൾക്കുമാണ്. അതായത് ഈ നിൽക്കുന്ന അമ്മയ്ക്കും അമ്മയുടെ മക്കളായ ഞങ്ങൾക്കും. നിനക്ക് നരേന്ദ്രൻ തമ്പിയുടെ സ്വത്തിന്റെ ചില്ലിക്കാശ് പോലും വേണ്ടാന്ന് പറഞ്ഞ് പണ്ടേ ഒഴിഞ്ഞതാണല്ലോ.
നിനക്ക് വേണമെങ്കിൽ നരേന്ദ്രൻ തമ്പിയുടെ വിധവാ വേഷം കെട്ടി മസില് പിടിച്ചുവിടെ താമസിക്കാം. പക്ഷേ ആ കണക്ക് വെട്ടുന്നതാ ഞങ്ങൾക്ക് താല്പര്യം. ഇനി ചട്ടുകാലിയും പൊട്ടിപ്പെണ്ണും കൂടെ ആലോചിക്കുക, ഇവിടെ നിൽക്കണോ അതോ പോണോന്ന്. നീ വാടാ ദേവാ. മാധവേട്ട. ആ ജയശീലോ, വാ ജയശീല. ഇന്ന് താനാ എന്റെ ആദ്യത്തെ ക്ലയന്റ്. ഇന്ന് നല്ല ദിവസമായിരിക്കോ അതോ മോശം ദിവസമായിരിക്കോ? ഓ, വക്കീലന്മാർക്ക് എല്ലാ ദിവസവും നല്ലതല്ലേ? നാട്ടിൽ കൊലപാതകവും മോഷണവും പീഡനവും ഒക്കെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ടല്ലോ. ഈ പ്രതികളെല്ലാം പണക്കിഴിയും കൊണ്ട് വക്കീലന്മാരുടെ മുമ്പിലേക്കല്ലേ വരുന്നത്? അവരൊക്കെ അങ്ങനെ ഏതെങ്കിലും വക്കീലിന്റെ അടുത്തേക്ക് പോയാ പോരടോ, എന്റെ അടുത്തേക്ക് തന്നെ വരണം. എങ്കിലല്ലേ എനിക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. വക്കീലിനും കൂടി പ്രയോജനമുള്ള ഒരു വാർത്തയുമായിട്ടാ ഞാൻ ഈ വന്നിരിക്കുന്നത്. അതെന്താടോ എനിക്ക് പ്രയോജനമുള്ള സംഗതി? ശീതൾ നരേന്ദ്രൻ തമ്പിയുടെ മകളല്ല. താനിതെങ്ങനെ അറിഞ്ഞു? ആ, ദേവൻ മുംബൈയിൽ നേരിട്ട് പോയി അന്വേഷിച്ചു. ശീതളിനെ സംബന്ധിച്ച് സകല വിവരങ്ങളും അറിഞ്ഞിട്ട് അവൻ തിരിച്ചു വന്നിരിക്കുന്നത്. അങ്കിൾ അവളെ എടുത്തു വളർത്തി എന്നല്ലാതെ യാതൊരു ബന്ധവും അവര് തമ്മിലില്ല. ലീഗലി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതിനെപ്പറ്റി അന്വേഷിച്ചോ? ലീഗലൊന്നും അല്ല മാധവേട്ട. തമ്പി അങ്കിളിന്റെ ലൈഫ് മുംബൈയിൽ ആകെ മൊത്തം ഇല്ലീഗലായിരുന്നു. അതിനിടയ്ക്ക് ഈ അഡോപ്റ്റ് ചെയ്യലൊന്നും നടന്നിട്ടുണ്ടാവില്ല. അതിന് യാതൊരു സാധ്യതയില്ല. എങ്കിൽ നമ്മൾ ജയിച്ചെന്ന് തന്നെ കരുതിക്കോ ചെയ്യാം. ഇനി ഒന്നും പേടിക്കാനില്ല. ആ പെണ്ണിന് ഒരു ചില്ലി കാശ് പോലും കൊടുക്കേണ്ടി വരില്ല.
പക്ഷേ നമ്മളത് വെറുതെ പറഞ്ഞാൽ പോരാ, കോടതിയിൽ അത് തെളിയിക്കണം. അതെങ്ങനെ സാധിക്കും മാധവേട്ടാ? DNA ടെസ്റ്റ് മാത്രം മതി. നരേന്ദ്രൻ തമ്പി മരിച്ചു പോയാലും അത് നടത്താം. ഒരു കോശം മാത്രം മതി. ഒരു മുടിനാരിട കിട്ടിയാലും മതി. അല്ലെങ്കിൽ തന്നെ തമ്പിയുടെ പെങ്ങളുണ്ടല്ലോ. അപ്പോ അങ്കിളിന്റെ തന്നെ രക്തസാമ്പിൾ വേണമെന്നില്ല അല്ലേ? അതൊക്കെ ആളുകളുടെ തെറ്റിദ്ധാരണയാ. DNA ടെസ്റ്റ് നടത്തി ശീതൽ തമ്പിയുടെ മകളല്ല എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിയമ നടപടികളിലേക്ക് കടക്കാം. എന്നുവച്ചാൽ മരിച്ചയാളിന്റെ സ്വത്തുക്കൾ നിങ്ങളുടെ പേരിലേക്ക് മാറ്റാനുള്ള നിയമ നടപടികൾ ആരംഭിക്കാം. അപ്പോ അമ്മൂന്റെ കാര്യമോ? അതായത് അങ്കിളുടെ ഭാര്യ സ്വത്തിന്റെ പകുതി അവർക്ക് കൊടുക്കേണ്ടി വരും. പകുതിയോ? നിയമം അങ്ങനെയാണോ? അത്രയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അവൾ അതൊന്നും അർഹിക്കുന്നില്ല. അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നമുക്ക് ആലോചിക്കാം. എല്ലാം ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കട്ടെ. ആ പൊട്ടിപ്പെണ്ണ അങ്കിളുടെ മകളല്ലാത്ത നിലയ്ക്ക് ഞങ്ങൾക്ക് വേണമെങ്കിൽ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാലോ. അത് പറ്റത്തില്ലേ? വരട്ടെ, ധൃതി പിടിക്കണ്ട. ഇപ്പൊ എന്തെങ്കിലും ചെയ്താൽ അവൾക്ക് പോലീസിന്റെ സപ്പോർട്ട് കിട്ടും. നിങ്ങൾ ആദ്യം പോലീസിനെ കയ്യിലെടുക്കാൻ നോക്ക്. അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ശരി, എങ്കിൽ കാര്യങ്ങൾ ഓരോന്നോരോന്നായി തുടങ്ങിക്കോ. ഡെവലപ്മെന്റ്സ് ഒക്കെ എന്നെ അറിയിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ മാധവേട്ട. ശരി, ചെല്ല്. പറഞ്ഞു വരുമ്പോ വിജിതയുടെ ബന്ധുവൊക്കെയാ. ആ സ്നേഹവും പരിചയമൊക്കെ കാണിക്കുകയും ചെയ്തു. പക്ഷേ ഒരു ആക്രാന്തക്കാരനാ. നമുക്ക് കിട്ടുന്നതിൽ നല്ലൊരു പങ്ക് അയാൾക്ക് വായിക്കരിയിടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വരും. എന്തെങ്കിലും ആകട്ടെ, നമുക്ക് ആദ്യം കാര്യം നടത്തിയെടുക്കണം. മാധവേട്ടൻ കണ്ടോ ചേട്ടാ? ഓ, നിന്റെ മാധവേട്ടൻ മനുഷ്യൻ ഇങ്ങനെ അത്യാർത്ഥി ഉണ്ടോടി? നിന്റെ കുടുംബക്കാരെല്ലാം ഈ ഇനത്തിൽപ്പെട്ടതാണോ? ചെയ്യുന്ന ജോലിക്ക് കണക്ക് പറഞ്ഞ് കാശ് മേടിക്കാൻ പഠിക്കണം. അതാ ആണത്തോ. അല്ലാതെ അങ്കിള് പറഞ്ഞാലും ആന്റി പറഞ്ഞാലും എന്നാടും ഒടിയുന്നത് വരെ ജോലിയും ചെയ്തിട്ട് മിണ്ടാതിരിക്കുന്നതല്ല. അതൊക്കെ ഇപ്പൊ മാറിയില്ലേടി? ആ വക്കീൽ എന്ത് പറഞ്ഞു ജയ? ഇനിയെങ്കിലും അമ്മൂന്റെ തിരുമുഖം കാണാതെ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമോ? അമ്മൂനെ ആ പൊട്ടിപ്പെണ്ണിനെയും ഉടനെ ഇറക്കി വിടാൻ ശ്രമിക്കേണ്ടെന്നാ മാധവേട്ടൻ പറഞ്ഞത്. നമ്മളായിട്ട് ഇറക്കി വിട്ടാ ഭാവിയിൽ അത് കൂടുതൽ പ്രശ്നമാവും. പകരം അവർ രണ്ടുപേരും സ്വന്തം മനസ്സാലെ ഇവിടുന്ന് ഇറങ്ങിപ്പോണം. സ്വത്ത് മുഴുവൻ ഇട്ടിട്ട് അമ്മ ഇവിടുന്ന് ഇറങ്ങി പോവോ? മറ്റേ പെണ്ണ് പോവോ? മിണ്ടാൻ വയ്യന്നേ ഉള്ളതിന് നല്ല ബുദ്ധിയുണ്ട്. വെളന്റെ വിത്ത. എടി, ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം രണ്ടുപേർക്കും ഉണ്ടായാലോ? അതായത് സ്വത്തും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ വീട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ ഭേദം ഏതെങ്കിലും കടത്തിണ്ടയിൽ പോയി കിടന്ന് ഉറങ്ങുന്നതാണെന്ന് അവർക്ക് തന്നെ തോന്നണം. സമാധാനമായിട്ട് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം അവർക്ക് ഇവിടെ ഉണ്ടാവണം എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കണം. അതൊക്കെ എങ്ങനെ നടക്കും ജയ? അതെ, അമ്മയും വിജയേട്ടത്തിയും ഒന്നും മനസ്സു വച്ചാൽ അതൊക്കെ നിഷ്പ്രയാസം സാധിക്കും. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പോലല്ലേ പീഡനമാണെന്ന് പറഞ്ഞ് കേസ് വരത്തുള്ളൂ. ഈ വീടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരുത്തേക്ക് ചെലവിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വീട്ടു ജോലിയൊക്കെ ചെയ്യണമെന്ന് പറയണം. പോലീസോ കോടതിയോ ആര് ചോദിച്ചാലും ശരി പറയാൻ നമുക്ക് അങ്ങനെ ഒരു ന്യായമുണ്ട്. ഇവിടെ കിടന്നവൾ സഹി കിടണം. മടുക്കുമ്പോ അവൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോക്കോളും. അവളെ കഷ്ടപ്പെടുത്തുന്ന കാര്യമൊക്കെ ഞങ്ങളേറ്റു അല്ലേ അമ്മേ? പിന്നല്ലാതെ അതിനാണ് വലിയ ബുദ്ധിമുട്ട്. എങ്ങനെയെങ്കിലും ഈ ശല്യം നമ്മുടെ തലേന്ന് ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നതാ. അതിനെന്താ? ചോദിച്ചോ. ഈ മിണ്ടാപ്രാണിയെ കുറച്ച് സമയത്തേക്കൊന്ന് വിട്ടുതരാവോ? എന്തിന്? താഴെ കുറച്ച് ജോലിയുണ്ട്. ഇവളെ കൊണ്ട് ജോലി ചെയ്യിക്കാനോ? പറ്റില്ല. അല്ലേ, ജോലിയൊന്നും ചെയ്യാതെ എങ്ങനെ മനുഷ്യൻ ജീവിക്കുന്നേ? ജോലി ചെയ്യാൻ ഒരു കൂട്ടർ, മൂക്കുമുട്ടത്തിന് വേറൊരു കൂട്ടർ. അത് പറ്റില്ല. ഇവളെ വെച്ച് എന്ത് ജോലി ചെയ്യിക്കാനോ ഉദ്ദേശം? അടുക്കള പണിയോ?
എന്താ അവനവന്റെ വീട്ടിലെ അടുക്കള ജോലി ചെയ്യുന്നതിന് എന്തേലും നാണക്കേടുണ്ടോ? ഒരു വീടാവുമ്പോ എന്തുമാത്രം ജോലിയുള്ളത്, അതൊക്കെ നോക്കി കണ്ട് ചെയ്യണ്ടേ? ആരോഗ്യമുള്ളൊരു പെണ്ണല്ലേ. ഇവൾക്ക് എന്തായാലും ഇവിടുത്തെ വീട്ടുപണി ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ എന്റെ കാല് സുഖമായി കഴിയുമ്പോ ഞാൻ ചെയ്തു തരാം. ഇപ്പൊ ചെയ്യേണ്ട ജോലി നിനക്ക് തോന്നുമ്പോ ചെയ്താ മതിയോടി. എന്തായാലും ഇവളെ ഞാൻ അങ്ങോട്ട് ജോലി ചെയ്യിക്കാനായി വിടുന്നില്ല. ഓഹോ, അപ്പൊ മനഃപൂർവ്വ. ശരി, നടക്കട്ടെ. പക്ഷെ ഒരു കാര്യം, ഇനി മേലിൽ തിന്നാനും കുടിക്കാനുമായിട്ട് ആരും താഴേക്ക് വരണ്ട. ജോലി ചെയ്യാത്തവർക്കേ ഭക്ഷണം ഇല്ല. ഇതൊക്കെ ആര് കൊണ്ടുവരുന്ന നിയമോ? അങ്ങനെയൊന്നും നിങ്ങൾ ഞങ്ങളെ തോൽപ്പിക്കാൻ നോക്കണ്ട. രണ്ടുപേരും കൂടി ഡൈനിങ് റൂമിലേക്ക് വന്നേക്ക്. ചൂലെടുത്ത് അടിച്ച് ഓടിക്കും ഞാൻ. നിങ്ങൾക്കിപ്പോ ഞങ്ങൾ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം. അതിനുള്ള അഭ്യാസങ്ങളല്ലേ ഇതെല്ലാം? അതെ, അങ്ങനെ തന്നെ കരുതിക്കൂ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിങ്ങൾ അനുഭവിച്ചു. ഞാൻ പോണു. അങ്ങനെയൊക്കെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ മോളെ? ഒരു വീട്ടിൽ ചിലർക്ക് മാത്രം ഭക്ഷണം, വേറെ ചിലർക്ക് ഭക്ഷണമില്ല. അതെവിടുത്തെ നിയമോ? അവരെന്താ ചെയ്യാൻ പോന്നെന്ന് നമുക്ക് നോക്കാം. മുത്തശ്ശി, അസുഖമൊക്കെ മാറിയോ? ഒത്തിരി ഭേദമുണ്ട് മോളെ. വേദനയും പ്രയാസവും ഒക്കെ മാറി. വാ മുത്തശ്ശി. പിടിക്കേണ്ട മോളെ, ഇപ്പൊ തനിയെ നടക്കാം. ഇത്തിരി ക്ഷീണം ഉണ്ടെന്നേ ഉള്ളൂ. അത് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നതിന്റെയാ. അതെ, ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാനും കൂടി വരുന്നുണ്ട്. ആ ശരി. ഡോക്ടർ എന്ത് പറഞ്ഞു ആന്റി? ഇപ്പോഴെങ്കിലും കൊണ്ടുവരാൻ തോന്നിയല്ലോ. കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ മോർച്ചറിയിലേക്ക് മാറ്റായിരുന്നു എന്ന് പറഞ്ഞ് കുറെ ശകാരിച്ചു. ആ സമയത്ത് തന്നെ എത്തിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. ഈശ്വരന്റെ കണക്കിൽ എന്നെ വിളിക്കാനുള്ള സമയമായിട്ടുണ്ടാവില്ല. എങ്ങോട്ടാ? ഞാൻ എന്റെ വീട്ടിൽ വന്ന് കേറുമ്പം എങ്ങോട്ടാണെന്ന് ചോദിക്കണോടി? തൽക്കാലം ഇതെന്റെ വീടാ. വീടിന്റെ അവകാശം പറച്ചിലൊക്കെ പിന്നെ ആവാ സുതേച്ചി. എന്നാലും കുറെ കഷ്ടമുണ്ട്. അമ്മ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഇവിടുന്ന് ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയോ? മനുഷ്യനായ ഒരു സാമാന്യ മര്യാദയെങ്കിലും വേണ്ടേ? മര്യാദ എന്താണെന്നൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട വിനിതേ. എന്റെ അവസ്ഥയൊക്കെ ചേച്ചിക്ക് അറിയാവുന്നതല്ലേ. ഒന്ന് കുളിക്കുകയോ അലക്കുകയോ ഡ്രസ്സ് മാറുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ എനിക്കൊന്ന് വീട്ടിലേക്ക് പോണ്ടേ? പകരം നിൽക്കാൻ ആരും ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യും? ഊണും ഉറക്കോ ഇല്ലാതെ പകരം രാത്രി മുഴുവൻ ഹോസ്പിറ്റലിൽ. ശത്രുക്കളോട് പോലും ഇങ്ങനെയൊന്നും ചെയ്യരുത് സുതേച്ചി. ശത്രുക്കളോട് പോലും എന്ന് പ്രത്യേകിച്ച് പറയണ്ടടി. എന്റെ ശത്രു തന്നെയാ. എനിക്കില്ലാത്ത കുറെ കുറ്റങ്ങൾ ഉണ്ടാക്കി അത് വിളിച്ചു പോകുന്നത് മാത്രമാണല്ലോ നിന്റെ അമ്മയുടെ ജോലി. ഞാൻ എന്തൊക്കെ ചെയ്താലും പഴിയും പ്രാക്കും മാത്രമേ എനിക്ക് തിരിച്ചു കിട്ടുന്നുള്ളൂ. അങ്ങനെയുള്ളവരൊക്കെ എന്റെ ശത്രുക്കൾ തന്നെയാ. നീ ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ സുധേ. ആ, എങ്കിൽ ഞാൻ ചെയ്ത തെറ്റുകളുടെ ഗണത്തിലേ ഇതും കൂടി അങ്ങ് പെടുത്തിക്കോ. ഒടുവിൽ ഹോസ്പിറ്റൽ ബില്ല് ഞാൻ തന്നെ കൊടുത്തു. എന്റെ മോതിരം പണയം വെച്ചാ ഞാൻ അതിനുള്ള പൈസ ഉണ്ടാക്കിയത്. നീ അതൊക്കെ ചെയ്യണോടി? ചെയ്യാൻ തയ്യാറായിട്ടല്ലേ അമ്മ ഇവിടുന്ന് കൊണ്ടുപോയത്. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. നിൽക്കാൻ തീരെ വയ്യ. ഇനി ഈ വീട്ടിലോട്ട് കയറി കിടക്കാന്ന് പ്രതീക്ഷിക്കണ്ട. അമ്മ എന്തായി പറയുന്നേ? ഇങ്ങോട്ടല്ലാതെ മുത്തശ്ശി എങ്ങോട്ട് പോവും? നിന്നോട് അഭിപ്രായം ചോദിച്ചില്ല. വലിയവര് പറയുന്നതിൽ കയറി ഇടപെടുകയും വേണ്ട. സുതേച്ചി ഇത് കാര്യമായിട്ട് തന്നെയാണോ പറയുന്നത്? ഞാൻ തമാശ പറയാറില്ല വിനീതേ. എന്റെ നോട്ടോ ശുശ്രൂഷ പോരാത്തത് കൊണ്ടല്ലേ നീ നിന്റെ അമ്മ ഇവിടെ ഇറക്കിക്കൊണ്ടു പോയത്. ഇനി നീ തന്നെ നോക്കിയാ മതി. ഇങ്ങനെ കണ്ണീച്ചോരില്ലാതെ തുടങ്ങല്ലേ അമ്മേ. മിണ്ടർ നിന്നോട് ഞാൻ പറഞ്ഞില്ലടി. ഇനി വാതർന്ന് അടിച്ചു നിന്നെ ചെകിട് ഞാൻ പൊട്ടിക്കും.
വെറുതെ സമയം കളയണ്ട വിനീത്. നിൽക്കാൻ വയ്യാത്തവരെ ഒരുപാട് നേരം നിർത്തി ബുദ്ധിമുട്ടിക്കാൻ വേണ്ട. വാമ്മേ, കേറിക്കിടക്കാൻ ഒരു വീടൊക്കെ എനിക്കും ഉണ്ട്. നിങ്ങളും എന്നെങ്കിലും ഈ കടമ്പയൊക്കെ കടന്നു പോവേണ്ടതല്ലേ? ചെവിയെ നുള്ളിക്കോ സുതേച്ചി. നല്ലൊരു മരുമോളെയല്ലേ നിങ്ങൾക്കും കിട്ടിയിരിക്കുന്നത്. വാമ്മേ. ഇതിനതൊക്കെ ശിക്ഷ നിനക്ക് കിട്ടല്ലേ എന്ന സുധേ ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നു. ഇതേ നാണയത്തിൽ തന്നെ ഈശ്വരൻ നിനക്ക് തിരിച്ചു തന്നാൽ അത് നീ താങ്ങിയല്ല. വാമ്മേ, നമുക്ക് പോവാം. പോട്ടെ മോളെ.